ഹായ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഡ്രീമാണ്. ചെറുതെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഏകദേശം ഒരു 5 വർഷത്തോളായിട്ട് ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ട് പിന്നീട് ഒരു നല്ലൊരു LMS പ്ലാറ്റ്ഫോം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഓൺ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഡിജിറ്റൽ ഡൂ എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. നമ്മൾ ഇതുവരെ ഏകദേശം ഒരു 11ഓളം ഗ്രാഫിക് ഡിസൈനിങ് ബാച്ചസ് ഇറങ്ങിയിട്ടുണ്ട് ഡിജിറ്റൽ ഡൂന്റെ അണ്ടറിലായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേർഡ് പ്രസ് ബാച്ചസ് നമ്മൾ വേർഡ് പ്രസിന്റെ ക്ലാസ്സസ് തുടങ്ങാൻ പോവാണ്. നമ്മൾ 15 പേർക്കാണ് 1 മന്ത് ക്ലാസ് കൊടുക്കുന്നത് ചെറിയൊരു എമൗണ്ടിൽ. നിങ്ങൾ ഈ കളറൊക്കെ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ബ്രാൻഡ് കളർ. അതായത് വൈറ്റ്, ഗ്രേ അതുപോലെ തന്നെ ബ്ലൂ കോമ്പിനേഷനിലാണ് ഞാൻ കളേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഡിസൈനിങ് പഠിപ്പിക്കുന്ന ഒരു ആള് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും ബ്രാൻഡ് സ്റ്റൈലിഷ് ആയിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ കളർ പാലറ്റ്സിനൊക്കെ കുറിച്ചൊക്കെ ഒരു പൊതു ബോധം ഉണ്ടാവണം, കളർ സൈക്കോളജിനെ കുറിച്ചൊക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ടോട്ടലി വെബ്സൈറ്റ് ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് വേർഡ് പ്രസ്സിലാണ്. വേർഡ് പ്രസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. നമുക്ക് ആകെ വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്, അതായത് നമുക്കറിയാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് digitaldo.in എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ് അഡ്രസ് ആണ്, അല്ലെങ്കിൽ ഡൊമൈൻ ആണ്. ഇപ്പോൾ .com ഉണ്ട്. ഇപ്പോൾ UAE-യിലുള്ളവരൊക്കെയാണെങ്കിൽ AE അങ്ങനെയുള്ള പല എക്സ്റ്റൻഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വേർഡ് പ്രസ്സിലാണ് ടോട്ടലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. വേർഡ് പ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡിസൈനിങ് നോളജോ അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ വളരെ ബിഗിനറാണ്, കമ്പ്യൂട്ടർ നോളജ് പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. കാരണം കോഡിങ്ങിന്റെ ആവശ്യമില്ല. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. നമുക്ക് ഡിസൈൻസ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ആദ്യം കാണുന്ന സെഷൻ നമ്മൾ ഹീറോ സെഷൻ എന്നാണ് പറയുന്നത്. ഒരു വെൽക്കം ചെയ്യുന്ന പോലെ നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്, പാരന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ആദ്യം വായിക്കേണ്ടത് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ കളർ പാറ്റേൺ എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ 2 ഫോൺസേ ഞാൻ ഇതിൽ യൂസ് ചെയ്തുള്ളൂ. നമുക്കൊരു യൂണിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഡിസൈനിങ്ങിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ്, ഫോണ്ട് എല്ലാം കൂടി ഒരു യൂണിറ്റ്, ഒരു വർക്ക് ചെയ്യണം തമ്മിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോൺസോ കളേഴ്സോ ഒന്നും യൂസ് ചെയ്തില്ല. വളരെ മിനിമൽ ആക്കാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരുപാട് ട്രാൻസിഷൻസോ അല്ലെങ്കിൽ ആനിമേഷൻസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിന്റെ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. ദെൻ ഞാനൊരു വേർഡ് പ്രസ് കോഴ്സ് കൂടെ ഇപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേർഡ് പ്രസ് കോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, കോഡിംഗ് ഒന്നും ഇല്ലാതെ വളരെ ചെറിയൊരു എമൗണ്ടിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്തു പോകാനൊക്കെ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസർ ആണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാം. അല്ല നിങ്ങളൊരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഡിസൈനറോ വീഡിയോ എഡിറ്ററോ ആരോ ആയിക്കോട്ടെ, ഒരു ക്രിയേറ്റീവ് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആയിട്ട് വേണം യൂസ് ചെയ്യാം. നിങ്ങളുടെ വർക്കൊക്കെ വെബ്സൈറ്റിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബിഹാൻസോ അല്ലെങ്കിൽ നമ്മൾ PDF ഒക്കെ അയച്ചു കൊടുക്കുന്നതിന് പകരം ഇതാണ് എൻ്റെ വെബ്സൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു മെത്തേഡാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഇങ്ങനെ കൊടുക്കുന്നത് വെബ്സൈറ്റ് ആയിട്ട്. ഇപ്പോൾ എല്ലാവരും വെബ്സൈറ്റിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ പല പ്ലാറ്റ്ഫോമും ഉണ്ട് കേട്ടോ വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി. വിക്സ് അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഇയർലി അല്ലെങ്കിൽ ലൈഫ് ടൈം ഒക്കെ ഒരു എമൗണ്ട് കൊടുക്കണം, ഒരു ഹ്യൂജ് ആയിട്ട് എമൗണ്ട് കൊടുക്കണം. പക്ഷെ വേർഡ് പ്രസിന്റെ കാര്യം എന്ന് വെച്ചാൽ വേർഡ് പ്രസ് ഫുള്ളി ഫ്രീ ആണ്. നമുക്ക് ആകെ ചെലവ് വരുന്നത് ഒരു ഡൊമൈൻ എടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ digitaldo.in എന്ന് പറഞ്ഞ ഡൊമൈൻ എടുത്തിരിക്കുന്നത്. ആ ഡൊമൈൻ പ്ലസ് ഹോസ്റ്റിങ്ങിന്റെ ഒരു ചാർജ്. ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ഇമേജസ് അതുപോലെ ഡാറ്റ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു സ്പേസ് എന്ന് പറയാം. ഇത് മാത്രം. അതും നമുക്ക് ഇയർലി ഒരു 3500 രൂപ അടുത്ത് ഒക്കെ ചാർജ് വരുള്ളൂ. അപ്പോൾ ആകെ 3500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് ഒരു വർഷം കൊണ്ടുവന്ന് നടക്കാം. പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അത് റിന്യൂ ചെയ്താൽ മതി. ഏകദേശം 4000 രൂപ അടുത്ത് വരും. ഇത് നിങ്ങൾക്ക് ബിസിനസ്സിനും നിങ്ങളുടെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെബ്സൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മൾ കൊടുക്കുന്നത് 15 പേർക്ക് മാത്രമേ ക്ലാസ്സസ് കൊടുക്കുന്നുള്ളൂ. ഏകദേശം സ്ലോട്ട്സ് ഒക്കെ ഫിൽ ആവാനായിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ വെബ്സൈറ്റ് ആണ്. നമുക്ക് കാണാം ഇവിടെ കോഴ്സസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിമോണിയൽസ് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഒക്കെ വെച്ചിട്ടുണ്ട്. അഡ്മിഷന് വേണ്ടിയിട്ട് എൻക്വയറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ. വെബ്സൈറ്റ് എങ്ങനെ ഇരിക്കും ഞാൻ ടോട്ടൽ ലുക്ക് ആൻഡ് ഫീൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ digital2.in എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. ഇതാണ് ടോട്ടൽ ഈ വെബ്സൈറ്റിന്റെ ലുക്ക്. നിങ്ങൾക്ക് കാണാം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ മെനുവിൽ ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോമിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. കോഴ്സസ്, ടെസ്റ്റിമോണിയൽ, കോൺടാക്ട്. ഇപ്പോൾ അഡ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺടാക്ട് ഫോമിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ രീതിയിൽ വളരെ മിനിമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് 1 മന്ത് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതി. വീക്ക്ലി 2 ക്ലാസ്സസ് ഉണ്ടാവുള്ളൂ. സാറ്റർഡേ സൺഡേ ആയിട്ട് ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സ്റ്റുഡൻസിന് എപ്പോൾ വേണമെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് ക്ലാസ്സസ് കാണാം. പിന്നെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റ് തന്നെ ഞാനിവിടെ ആദിൽ നൗഷാദ് .in എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. ജസ്റ്റ് ഒരു ഹീറോ സെക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു അബൌട്ട് സെക്ഷൻ, അതുപോലെ തന്നെ സർവീസസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ബ്ലോഗിന്റെ ഒരു സെഷൻ ഉണ്ട്, പിന്നെ ഒരു കോൺടാക്ട് പേജ്, പിന്നെ 2 സർവീസ് പേജസിൽ 2 സെഷൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ സർവീസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്യുന്ന രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പേജ്. ഇതൊക്കെ ഞാൻ SEO ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പേജ് ഇപ്പൊ 3-ാം സ്ഥാനത്ത് ഗൂഗിളിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ തൃശ്ശൂർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനിങ്ങിന്റെ പേജ് ഗൂഗിളിൽ ഫസ്റ്റ് റാങ്കിങ്ങിൽ നിൽക്കുന്നുണ്ട് SEO ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് വളരെ പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീലാൻസർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ക്ലയൻസിനൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 15-ാം തീയതി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പായിട്ട് പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഇനി വെറും 2 സ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ കൂടുതൽ അഡ്മിഷൻ വരികയാണെങ്കിൽ ഞാൻ ഒരു ബാച്ച് കൂടെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.